നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് തന്നെയാണ് കരുതുന്നത്. നല്ല മഴയാണ്, അതുപോലെ തന്നെ ഒരു കിടിലം വൈറൽ ഫീവർ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. അതിന്ന് പറഞ്ഞാൽ എന്നെയും പിടിച്ചു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലത്ത് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ മണ്ണൊലിച്ചൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറുക. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് കിടിലം ഫീച്ചേഴ്സ് മീൻസ് ഇനി അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുറച്ച് അന്യായ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് വെച്ച് തുടങ്ങാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് ഇനി തൊട്ട് നിങ്ങളുടെ സ്റ്റോറി ഉണ്ടല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെസ്സേജിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോറിയിലും റിയാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറിക്ക് റിപ്ലൈ കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മളിനി മാനുവലി എടുത്ത് ഏതെങ്കിലും സ്മൈലി അയക്കണം, അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറി, ഏവൻ്റെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് പുച്ഛിച്ച് തള്ളണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്തങ്ങ് വിട്ടുകൊടുത്താൽ മതി. സൂപ്പറായിരിക്കും. അടുത്തതെന്ന് പറയുന്നത്, വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഫീച്ചേഴ്സും ടിപ്സും ട്രിക്കും എല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് വാട്സപ്പ് തന്നെ അവരുടെ ഒഫീഷ്യൽ ഒരു ചാറ്റ് ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ എന്തെങ്കിലും പൊടിക്കൈകൾ അറിയാനോ അല്ലെങ്കിൽ ട്രിക്കുകൾ അറിയാനോ, നിങ്ങൾ ഏതെങ്കിലും ഫീച്ചർ മിസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതായത് നമ്മുടെ കഞ്ഞിയിൽ പാറ്റ കിട്ടുമെന്ന് അർത്ഥം. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ മറ്റേ ബൊമ്മക്കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റും, അതായത് അവതാറിനെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ വാട്സപ്പിനകത്തും ഒരു അവതാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി ഒരു അവതാർ ഉണ്ടാക്കിയിട്ട് അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചവറ് പോലെ അയച്ച് അവരെയൊക്കെ വെറുപ്പിച്ച് തള്ളാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാനേജ് സ്റ്റോറേജ്, അതായത് ഇനി ഒരു സെക്ഷൻ വരും സ്റ്റോറേജിൻ്റെ ഭാഗത്ത്, മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ആയിട്ട് ഓരോ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജിഫ് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോസ് മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് മാനേജ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാവരുടെ ഫോണിലും ഒരുപാട് സ്റ്റോറേജ് ഒന്നും കാണില്ല, അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഫൈനലി വരുന്നത്, ഇനി അഡ്മിൻസിന്, അതായത് ഗ്രൂപ്പ് അഡ്മിൻസിന് ഏവ അയച്ച മെസ്സേജും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. എല്ലാവർക്കും പോകുന്ന രീതിയിൽ ഡിലീറ്റ് ഫോർ എവരി വൺ അഡ്മിൻസിന് കിട്ടും. ഇതിപ്പോൾ ചില ലക്കി ബീറ്റ യൂസേഴ്സിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആ സംഭവം വർക്ക് ആവുന്നതെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഒരു ബീറ്റ യൂസറാണ്, എന്നാലും എനിക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫീച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബീറ്റ യൂസർ ആണെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്സപ്പിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരാൻ പോകുന്ന കിടുക്കാച്ചി അപ്ഡേറ്റുകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഏത് ഫീച്ചറാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഫീച്ചറാണ് എനിക്കിഷ്ടപ്പെട്ടത്, ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിനകത്ത് കയറി അങ്ങ് ഒരു വിളച്ചിലങ്ങ് വിളയും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ കിടന്ന് ഈ അമ്മാവന്മാർ രാവിലെ എണീറ്റ് അയക്കുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഫണ്ണായിരിക്കും, കമൻറ്റ് വായിക്കുന്നവർക്കും എനിക്കും ഒക്കെ അടിപൊളിയാണ്. ഞാൻ എല്ലാ കമൻറ്റുകൾക്കും ലവ് കൊടുത്ത് വിടാറുണ്ട്, അപ്പോൾ അതും കൂടി നോക്കുക. ആൻഡ് നമ്മുടെ ഗിവ് അവേസ് ഒക്കെ ഇങ്ങനെ വരും, അപ്പോൾ എല്ലാവരും വീഡിയോ അതേപോലെ തന്നെ കണ്ടുപോവുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണാം. ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ്.